ഹലോ, നമ്മൾ ഉച്ചയ്ക്ക് വെക്കുന്ന ചെറുപയർ പുഴുക്ക് ബാക്കിയായ അത് കളയാതെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാക്കി എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത് നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്, അതുപോലെ തന്നെ വേസ്റ്റ് ആവുമില്ല. ഒരു ചീഞ്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഒരു 2 സവാള നേരത്തെ അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ലപോലെ വഴണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക. പൊടികൾ ചേർക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ചെറിയ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ പുഴുക്കിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ടാവും, അപ്പോൾ അതനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടിപ്പിടിക്കിടാൻ തോന്നിയാൽ കുറച്ച് വെള്ളം കുറഞ്ഞു കൊടുക്കുക. എന്നിട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ വഴറ്റിയെടുത്ത് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നല്ല പഴുത്ത തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കുക. വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താൽ മതിയാവും. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കണം. മസാല ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുഴുക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മസാലയും ചെറുപയറും ഒക്കെ ഒന്ന് നന്നായിട്ട് മിക്സായി വരാനുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസൂരി മെത്തിയാണ്. കസൂരി മെത്തിയും കൂടി ചേർക്കുമ്പോൾ ഈ ഒരു ഗ്രേവിക്ക് നല്ലൊരു മണവും ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യുക. ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പം ഞാനതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയത്തേക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല ഗ്രേവി കുറുകി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുകയാണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. നമ്മുടെ പാട കളക്ട് ചെയ്ത് വെച്ചത് ഒന്ന് വെച്ചിലിട്ട് അടിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് നിറയെ മല്ലിയിലയും കൂടി ചേർത്ത് വെച്ചാൽ നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനുള്ള കുറുമ ഇല്ലെങ്കിൽ കറി റെഡിയായി. താങ്ക് യു ഫോർ വാച്ചിങ്.